അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടെ ജീവിക്കുന്ന നമ്മൾ പലപ്പോഴായിട്ട് പല കേസുകൾ കേട്ടിട്ടില്ലേ? നല്ല CCTV സൗകര്യങ്ങളുള്ള വീട്ടിൽ കളവും നടക്കുന്നത്, അതുപോലെ തന്നെ നല്ല അത്യാഡംബര സൗകര്യങ്ങളുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളം ബുള്ളറ്റ് പ്രൂഫുകൾ പോലും തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് എത്തുന്ന വെടിക്കോപ്പുകളുടെ മരുന്ന് പറ്റിക്കൊണ്ട് മരിച്ചു വീഴുന്ന മൃതദേഹങ്ങൾ, പല കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെയാണ് സ്വാദിഖുൽ മസ്ബൂഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിപ്പിച്ചതുപോലെ വമൻ യതവക്കൽ അലല്ലാഹ് വഹുവ ഹസ്ബു, അള്ളാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറി വരേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ സൗകര്യങ്ങളെ മാത്രം തവക്കുൽ ചെയ്തുകൊണ്ട് അതിൽ മാത്രം വരമേൽപ്പിച്ചുകൊണ്ട് റബ്ബിന്റെ കാവലൊന്നും വേണ്ട, ദിക്റുകൾക്ക് പ്രാധാന്യമില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ വമൻ യഈശ് അൻ ദിക്രിൻ ലഹു മഈശതൻ ദൻക, അള്ളാഹുവിന്റെ സ്മരണകൾ, അള്ളാഹുവിന്റെ ദിക്റുകളെ തൊട്ടുള്ള ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫഇന്ന ലഹു മഈശതൻ ദൻക, ഇടുങ്ങിയ പ്രയാസകരമായ ജീവിതമായിരിക്കും അവനെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വീട് വിട്ടിറങ്ങുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അവിടെ ചൊല്ലാൻ പഠിപ്പിച്ച ദിക്ർ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്ന ശ്രേഷ്ഠതയെക്കുറിച്ച് തങ്ങൾ പറഞ്ഞില്ലേ? ഈ ദിക്ർ ചൊല്ലി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മലക്കുകൾ പറയുമത്രേ, ഓ ഇത് പ്രൊട്ടക്ഷന് പറ്റിയതാണ്, ഇത് നിന്റെ തീച്ച, എല്ലാ സംരക്ഷണവും നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ നല്ല സേഫ്റ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ആശീർവദിക്കുമെന്ന് ഹബീബാരങ്ങൾ പഠിപ്പിച്ചത് ഹദീസുകളിൽ വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ തവക്കുലിലേക്ക് നമ്മൾ മാറി വരേണ്ടതുണ്ട്. നല്ല ജോലി ഉണ്ടായാൽ എനിക്കെല്ലാമായി എന്ന ചിന്തയിൽ നിന്ന് മാറിയിട്ട് ഉള്ള ജോലിയിൽ സംതൃപ്തിയോടുകൂടെ തന്നെ റബ്ബിന്റെ ഷിആറുകൾക്കും റബ്ബിന്റെ ദിക്റുകൾക്ക് തടസ്സമാകുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് നിസ്കാരം ഖളാ ആകാതെ, അതുപോലെ തന്നെ ആത്മീയ ചൈതന്യങ്ങൾക്ക് പോറലേൽക്കാതെയുള്ള രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസവുമില്ലാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയും. നബി തങ്ങൾ പറഞ്ഞതുപോലെ, പക്ഷികളെ പറഞ്ഞില്ലേ, അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ തവക്കുൽ ചെയ്യുന്നത് പോലെ തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ പക്ഷികളെ പോലെ നിങ്ങൾക്കാകാൻ സാധിക്കും. എന്നിട്ട് തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, പക്ഷികൾ പല ഗുണങ്ങളുണ്ടെങ്കിൽ പോലും പക്ഷികളുടെ ഗുണം അവിടെ തങ്ങൾ എടുത്തു പറഞ്ഞത് എന്താണ്? അവർ വീട് വിട്ടിറങ്ങുന്ന സമയത്ത് പ്രഭാതങ്ങളിൽ ഓരോ പക്ഷിയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്തീകമായിട്ടുള്ള ഭക്ഷണ ധാന്യങ്ങൾ തലേ ദിവസം കരുതി വെച്ചിട്ടില്ല. അവർ വയറൊട്ടിയവരായിട്ടാണ് വീട് വിട്ടിറങ്ങുന്നത്. എങ്കിലോ അവർക്ക് ഒരു പക്ഷിക്കും ഭക്ഷണം കിട്ടാതെ വിശന്ന് പട്ടിണി കിടന്നുകൊണ്ട് ചത്തുപോയതായിട്ട് ചരിത്ര രേഖകളിൽ കാണപ്പെടാൻ സാധിക്കുന്നില്ല. തങ്ങൾ പറഞ്ഞു, അവർ നിറഞ്ഞവരായിട്ടാണ് വീടണയുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതാണോ വേണ്ടത്? അതൊക്കെ റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും ചെയ്യാതെ ഇരിക്കണം എന്നല്ല. നമ്മൾ എന്ത് ചെയ്താലും അതിനുപുറത്തപ്പുറം റബ്ബിനെ തവക്കുൽ ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ തവക്കുൽ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ വരെ അവസരക്കാരായ ആളുകൾ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ രീതിയിൽ ഓരോ രീതിയിലും നമ്മൾ തവക്കുൽ ചെയ്യുന്ന ആളുകളായിട്ട് അതിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി മാറണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.